PSC വിവാദത്തെ ചൊല്ലി ഇന്നും സഭ കലുഷിതമായിരുന്നു. PSC അംഗത്വം സർക്കാർ ലേലത്തിന് വെച്ചിരിക്കുകയാണെന്ന് VD സതീശൻ സഭയിൽ ആഞ്ഞടിച്ചപ്പോൾ അങ്ങനെയൊരു ക്രമക്കേട് ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. PSCയെ കരിവാരി തേക്കരുതെന്നും ഏത് വിധേനയുള്ള അന്വേഷണത്തിന് തയ്യാറാണെന്നുമാണ് പിണറായി ഇന്ന് സഭയിൽ പറഞ്ഞത്. PSC അംഗത്വം കിട്ടാൻ ലക്ഷങ്ങൾ കൈക്കൂലി നൽകി എന്ന ആരോപണം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് സബ്മിഷനായി ഉന്നയിച്ചപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഈ മറുപടി. മന്ത്രി റിയാസിന്റെ പേര് പറഞ്ഞാണ് യുവ നേതാവ് പണം കൈപ്പറ്റിയിരിക്കുന്നത്. ഗൗരവമേറിയ ഒരു വിഷയമാണിത്. PSC അംഗത്വം ലേലം വെക്കുന്നു. ഇത് ആദ്യ സംഭവമല്ല. നേരത്തെ NCPയുടെ AK ശശീന്ദ്രന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന ബിജു ഏബേൽ ജേക്കബിന്റെ ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നതിൽ PSC അംഗത്തെ നിയമിക്കാൻ ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയെന്ന് പരാമർശിച്ചിരുന്നു. ജനതാദൾ എസിനുള്ള പോസ്റ്റ് ഒരു വർഷമായി നിയമിക്കാതിരിക്കുകയാണെന്ന് ആ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ തന്നെ പരാതി നൽകി. കൂടുതൽ പണം നൽകുന്നവർക്കാണ് കൊടുക്കുന്നത് എന്ന ആക്ഷേപവും ഉണ്ടായി. സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടി തന്നെ അംഗത്വം ലേലത്തിൽ വെച്ചാൽ ഘടകകക്ഷികളും അതുതന്നെ ചെയ്യും. ഇങ്ങനെ പണം വാങ്ങി വന്നവർ PSCയിൽ വന്നാൽ അതിന്റെ വിശ്വാസ്യത എന്താകും? കണ്ണൂരിലെ പോലെ കോഴിക്കോടും കോക്കസ് പ്രവർത്തിക്കുന്നു. ഇനി എന്ത് വിശ്വാസ്യത? CPMലെ ആഭ്യന്തര കാര്യമല്ല ഇത് പാർട്ടിക്കാര്യം പോലെ കൈകാര്യം ചെയ്യുകയാണ്. എന്തുകൊണ്ട് പരാതി പോലീസിന് കൈമാറുന്നില്ല എന്ന് ചോദിച്ച VD സതീശൻ ഇത് പാർട്ടി കോടതി അല്ല തീരുമാനിക്കേണ്ടത് എന്നും സഭയിൽ എടുത്തു പറഞ്ഞു. വിവാദത്തെ ചൊല്ലി പ്രതിപക്ഷ നേതാവിന്റെയും മുഖ്യമന്ത്രിയുടെയും വാഗ്വാദത്തെ തുടർന്ന് പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ടും നടന്നു. കൂടുതൽ ലോക്സഭാ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.